എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ആലുവ മണപ്പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ചേട്ടൻ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് നമുക്കിന്ന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സമയം ഒരു 5:30 ആയിട്ടുണ്ട്. പക്ഷേ നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട്. മഴ പെയ്യുമെന്ന് അറിയില്ല. പക്ഷേ പിള്ളേരെയൊക്കെ ഓൾറെഡി റെഡിയൊക്കെ നിർത്തി. ഇനിയിപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അപ്പോൾ എന്തായാലും പോവാ എന്ന് കരുതി തന്നെ നിൽക്കുകയാണ്. ഞാൻ ഇപ്പോൾ റെഡി ആവാൻ പോകുന്നുള്ളൂ. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് റെഡിയാവാം. അപ്പം ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിടാം. പിന്നെ രാത്രി കൊണ്ട് സൺസ്ക്രീനിൻ്റെ ആവശ്യമില്ലല്ലോ. നല്ല ഇടി വെട്ടുന്നുണ്ട്. എന്താകുമെന്തോ. എന്തായാലും റെഡി ആയതല്ലേ, പോകാം. ഇപ്പം അതിന് മണപ്പുറത്ത് വലിയ പണ്ടത്തെ അത്രയും കടകളും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് കേട്ടത്. റൈഡുകളൊക്കെ ഉണ്ട്, പക്ഷെ ഷോപ്പൊക്കെ ഭയങ്കര കുറവാണെന്ന് കേട്ടത്. പിന്നെ പിള്ളേർക്ക് പിന്നെ റൈഡൊക്കെ മതിയല്ലോ. പോൺസിൻ്റെ പൗഡറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിത് തന്നെ വേണം. വേറെ ഏത് പൗഡർ ഇട്ടാലും എനിക്ക് സെറ്റ് ആവില്ല. പൊട്ടി ഞാൻ ഓൾറെഡി തൊട്ടിട്ടുണ്ട്. ശില്പയല്ല കേട്ടോ, വൈറ്റെക്സ് ആണ്. വൈറ്റെക്സിൻ്റെ ഈ പൊട്ടാണ് യൂസ് ചെയ്യുന്നത്. ശിവു ഇത് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഇതിൽ നിന്ന് എടുത്ത് കാട്ടിക്കളയാറുണ്ട്. അപ്പം ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ്. എന്തോരം ഇട്ടു. കണ്ണെഴുതണം, കൈയ്യെഴുതണം, അത്ര ഉണ്ട്. ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. തീരാറായത്. ഇത് വേറെ വാങ്ങിച്ചിട്ടുണ്ട്. ഡാസ്ലറിൻ്റെ തന്നെ വേറെ വാങ്ങിച്ചിട്ടുണ്ട്. പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ കണ്ണെഴുതാം. ഡാസ്ലറിൻ്റെ തന്നെ ഐബ്രോ പെൻസിലാണ്. എനിക്ക് ഐബ്രോസ് ഇല്ല, അത് ഭയങ്കര കുറവ്. എനിക്ക് ഐബ്രോ എഴുതി അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഞാൻ ഭയങ്കര ലൈറ്റായിട്ട് തന്നെ എഴുതാറ് കേട്ടോ. കണ്ടോ, എനിക്ക് എന്തോ ഡാർക്കായിട്ട് എഴുതി കഴിഞ്ഞാൽ അത്ര സംതൃപ്തി ആവാറില്ല. ഞാൻ ലൈറ്റായിട്ട് എഴുതാറുണ്ട്. ആഹാ, മഴ പെയ്തു. കാണിച്ചു തരാവേ. അപ്പം ഞാൻ കണ്ണെഴുതിട്ടോ. ഇനി ലിപ്സ്റ്റിക്ക് ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. കാണുന്നുണ്ടോ? അപ്പം ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേട്ടൻ താഴത്ത് ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വോയിസ് അങ്ങ് കട്ട് ചെയ്ത് വോയിസ് ഓവർ എടുക്കാമെന്ന് കരുതി. ഇത് ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞൊരു ഡേ ഞാൻ ലൈവിൽ വന്നപ്പോഴേ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ഒന്ന് കാണിക്കാമോ എന്ന്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ തന്നെയുള്ള എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സ്. പിന്നെ മസ്കാരയും ലിപ് ലൈനറും ഉണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ ലിപ് ലൈനർ. പക്ഷെ അത് യൂസ് ചെയ്യാറില്ല എന്നൊക്കെ ആട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മസ്കാര അവിടെ ഉണ്ടായിരുന്നില്ല, താഴത്ത് വേറെ എവിടെയോ വെച്ചേക്കായിരുന്നു. അപ്പോൾ അതും ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി. എൻ്റെ മുടി മൊത്തം പോയി കണ്ട. ഇതിൽ കാണുമ്പോൾ പിന്നെയും വീണ്ടും പോയി. പക്ഷെ ഒട്ടുമില്ല, ടക്ക് പോയി. ലെങ്ത്ത് മാത്രമേ ഉള്ളൂ.
എന്തോ എന്തോ ശിവു ശിവു എൻ്റെ കൊട ആരെടുത്ത്? അത് ചേച്ചിയുടെ കൊടയല്ലേ? ചേച്ചിയുടെ കൊട. ശിവു എങ്ങോട്ടാ പോണേ? പോയി. നല്ല കാറ്റുണ്ട്. അയ്യോ ഇടി വെട്ടുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു സാരില്ല, നമ്മൾ എന്തായാലും റെഡി ആയതല്ലേ, അതുമല്ല പിള്ളേരോട് പറഞ്ഞ് ആശിപ്പിച്ചില്ലേ, അപ്പോൾ എന്തായാലും പോയിട്ട് വരാം, ചെറുതായിട്ട് മഴ കുറഞ്ഞു വരണ പോലെ തോന്നിയിട്ടുണ്ട്, അവിടെ ചെന്നിട്ട് കണ്ടില്ലെങ്കിലും ജസ്റ്റ് പിള്ളേർ ഷോപ്പൊക്കെ ഒന്ന് കാണിച്ചിട്ട് തിരിച്ചു പോരാന്ന് പറഞ്ഞിട്ട് ഇത് വീണ്ടും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സാനു അപ്പോൾ ഇതേ സ്ലേറ്റിൽ ആയൊക്കെ എഴുതാണ് കേട്ടോ. അപ്പോൾ അവൾ ഈ അടുത്താണ് പഠിച്ചത്, അപ്പോൾ ഇപ്പോൾ ഏതൊരു എഴുതലാണ്, അപ്പോൾ അതൊക്കെ എഴുതി എന്നെ കാണിച്ചു തരാണ്. അപ്പോൾ ചേട്ടനും കൂടി റെഡി ആവാനേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആളിന്ന് രാവിലെയാണ് വന്നത്, ഓട്ടം കഴിഞ്ഞിട്ട്, അപ്പോൾ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഉറങ്ങി നിന്നിട്ട് ഇപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയി കഴിഞ്ഞ പിന്നെയാണ് ആളിതേ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നത്. മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അപ്പം ഞങ്ങൾ എന്തായാലും പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും മഴ മാറൂന്ന് വിചാരിക്കുന്നു. കുറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഒരു 15-20 മിനിറ്റൊക്കെ മതി കേട്ടോ ഞങ്ങൾക്ക് മണപ്പുറത്തേക്ക് എത്താനായിട്ട്. പക്ഷേ ചെന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പെട്ടുപോനെ എന്ന്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചെന്നപ്പോൾ യാതൊരു റൈഡുകളും ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം മഴ ചെറിയ രീതിയിൽ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ആദ്യം ഷോപ്പിലൊക്കെ പോയിട്ട് വരാമെന്ന്. അങ്ങനെ നേരെ ഞങ്ങൾ ഷോപ്പിലേക്ക് ചെന്നു. അങ്ങനെ ആദ്യം ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് കരുതി നേരെ ഒരു ബജ്ജി കടയിലേക്ക് ചെന്നു. കാര്യം മഴയൊക്കെ ആണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതാ കണ്ടില്ലേ, നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ പാനിപ്പൂരി കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ചേട്ടൻ അത്ര ഇഷ്ടമല്ല, അപ്പോൾ ആള് ബജ്ജിയും പറഞ്ഞു. പക്ഷെ സത്യം പറയാലോ ഒരു രസം ഉണ്ടായിരുന്നില്ല കേട്ടോ തിന്നാനായിട്ട്. ബജ്ജി ആണെങ്കിൽ പറയേ വേണ്ട. അതാ പിന്നെ ഒരു കോളിഫ്ലവറിൻ്റെ ബജ്ജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മാത്രം കൊള്ളായിരുന്നു കേട്ടോ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പാനിപ്പൂരി ആയിക്കോട്ടെ ബജ്ജി ആയിക്കോട്ടെ, എൻ്റെ ദൈവമേ, ഒരു കണക്കിന് പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ എന്ന് കരുതി മാത്രം കേട്ടോ കഴിച്ചത്. അങ്ങനെ നേരെ ഞങ്ങൾ ഷോപ്പിൽ ചെന്ന് ഇതേ സനുവിനും ശിവുവിനും തൊപ്പി വാങ്ങി, കാരണം മഴ പൊടിയൊന്നുണ്ടായിരുന്നല്ലോ. എല്ലാ വർഷവും ഉള്ള പോലത്തെ ഷോപ്പുകളൊന്നും ഈ വർഷം ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഇതാ ഇവിടെയൊക്കെ അടുപ്പിച്ച് ഷോപ്പൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു കണ്ടോ, കുറേ കൈനോട്ടക്കാരുണ്ടായിരുന്നു. അതാണ് മെയിനായിട്ട് എനിക്കൊരു വ്യത്യാസം തോന്നിയത്. ഷോപ്പുകൾക്ക് പകരം കൈനോട്ടക്കാരായിരുന്നു. പിന്നെ ഇതാ ഇവിടെ ഗോസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഗുണ കേവ് ഉണ്ടായിരുന്നു. എനിക്ക് ഗോസ്റ്റ് ഹൗസിലും ഗുണാകേവിലും കയറണമെന്നുണ്ടായി, പക്ഷേ ചെറിയൊരു പേടിയുള്ളത് കൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ കുട്ടികളെ കൊണ്ട് കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ രാത്രി ആയതുകൊണ്ട് പേടിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കയറിയില്ല. അത് കഴിഞ്ഞ് സാനുവിൻ്റെ ഈ ഒരു ഇതിലേക്ക് കയറ്റി. ആൾക്ക് ഇവിടുത്തെ കുറേ ബോളുകളും ലൈറ്റൊക്കെ കണ്ടപ്പോൾ ഇവിടെ ഭയങ്കര ഇഷ്ടമായി. കുറേ നേരം ഇവിടെ നിന്ന് കളിച്ചു കേട്ടോ. സാധാ സാനു ഏതെങ്കിലും റൈഡുകളിലൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ഓടിപ്പോയി കയറും, പക്ഷേ ഒരു 5 മിനിറ്റ് അപ്പോഴത്തേക്ക് നിർത്ത് പറഞ്ഞിട്ട് ബഹളം വയ്ക്കാറുണ്ട്. പക്ഷേ ഇവിടെ എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ട ആൾ കുറേ നേരം നിന്ന് കളിച്ചു. ലാസ്റ്റ് ടൈം കഴിഞ്ഞപ്പോൾ തന്നെയാണ് കേട്ടോ തിരിച്ചു വന്നത്. വേറെ എവിടെ കയറിയാലും നിർത്തുന്നൊക്കെ പറയുന്ന ആളാണ്. അപ്പം ഇവിടെ അധികം നേരം എടുത്തത് കൊണ്ട് തന്നെ ചേട്ടനും ശിവുവും കൂടി ഒരു ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു. പേടിയാവുണ്ട്. ചേച്ചി ഇതിൽ കയറി കളിക്കുന്ന കണ്ടപ്പോൾ ശിവു അവിടെ നിന്ന് ബഹളം വയ്ക്കുമായിരുന്നു, എനിക്കതിൽ കയറണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായായിരുന്നു ശിവുവിനെ അതിൽ കയറ്റാൻ പറ്റില്ല. കാരണം എന്താ കണ്ടില്ലേ, പിള്ളേർ തുള്ളുമ്പോൾ അത് നല്ല രീതിയിൽ ഉയർന്നു പോകുന്നുണ്ട്. അപ്പോൾ അവൾക്ക് എന്തായാലും പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ആൾ ഭയങ്കര വാശിയായി കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ പതുക്കെ ഒന്ന് കയറി നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഇത് കയറിയപ്പോൾ തന്നെ ആളിത് തിരിച്ച് വരാൻ പേടിയായിട്ട്
അപ്പോൾ ചേച്ചീനെയും കൂടി കയറ്റിപ്പോൾ പതുക്കെ പോയി, പക്ഷെ ആൾ വീണു കേട്ടോ, പാവം. എന്നിട്ട് പിന്നെ അപ്പം തന്നെ തിരിച്ചിറങ്ങി. അത് കഴിഞ്ഞ് സനിമോൾ ദേ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇതിൽ മുകളിലേക്ക് പോകാൻ ഭയങ്കര സ്പീഡായിരുന്നു, പക്ഷേ ഇറങ്ങാനായിട്ട് ആൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. പിന്നെ ഞങ്ങൾ പതുക്കെ ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ആയി. പിന്നെ നല്ല സ്പീഡിൽ ഇപ്പോൾ ഇറങ്ങാൻ കയറുകയൊക്കെ ചെയ്തിരുന്നു. ഇത് കണ്ടപ്പോൾ ചിവുവിന് കയറണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മോളെ പറ്റില്ല, ഇതിൽ കയറാൻ പറ്റില്ല, അത് വലുതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ വഴക്കൊന്നും ഉണ്ടാക്കാണ്ടിരുന്നു കേട്ടോ, ഓക്കെ ആയി. പിന്നെ ഞാനും സാനുവും ശിവുവും കൂടി ഒരു കുഞ്ഞ് ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഐസ്ക്രീം ഷോപ്പിലേക്ക് പോയി. ഞാനൊരു ജാക്ക് ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിയത്. എല്ലാ ഫ്ലേവറിനും 50 രൂപയായിരുന്നു. അവിടെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുന്ന് കഴിക്കാനായിട്ട്, അത് വലിയൊരു ആശ്വാസമായിരുന്നു കേട്ടോ. പിന്നെ മഴ പെയ്തുകൊണ്ട് തന്നെ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളൊരു ഷോപ്പിൽ കയറി ഈ ബലൂണൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോകാറായപ്പോഴത്തേക്കും എല്ലാ റൈഡുകളും ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാവേ. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.